വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ ഉപനേതാവിന്റെ മുറിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സ്പീക്കർക്കെതിരെ KN ബാലഗോപാൽ. സ്പീക്കറുടെ പരാമർശം അനുചിതമെന്ന് ബാലഗോപാൽ. മുറി ആവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്തോ അഭ്യർത്ഥനയോ നടത്തിയിട്ടില്ല. അടിസ്ഥാനരഹിതമായ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് ആ പദവിയുടെ അന്തസ്സിന് നിരക്കുന്നതല്ലെന്നും ബാലഗോപാൽ കുറ്റപ്പെടുത്തി. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സനിസ ശോഭാചന്ദ്രൻ ചേരുന്നുണ്ട്. സനിസ, എന്താണ് ഇപ്പോൾ ബാലഗോപാൽ പറയുന്നത്? ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള കടന്നാക്രമണം ആണ് എന്നാണോ പോസ്റ്റിലുള്ളത്? ഫൻസ, കേൾക്കാമെങ്കിൽ ഇപ്പോൾ ബാലഗോപാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് എന്താണ്? രാഷ്ട്രീയപരമായ ഒരു കടന്നാക്രമണത്തിലേക്ക് സ്പീക്കർ കടക്കുന്നു എന്നാണോ പ്രതിപക്ഷം ആരോപിക്കുന്നത്? സ്പീക്കർ നടത്തിയ പരാമർശങ്ങൾ തികച്ചും അനുചിതമാണെന്നാണ് KN ഗോപാൽ പ്രതികരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പ്രതികരണം വന്നിരിക്കുന്നത്. പ്രതിപക്ഷ ഉപനേതാവിന്റെ മുറിയോ PSC ചെയർമാന്റെ മുറിയോ ആവശ്യപ്പെട്ട ഒരു കത്തോ ഔദ്യോഗികമായിട്ട് ഒരു അഭ്യർത്ഥനയോ നൽകിയിട്ടില്ല എന്നതാണ് KN ബാലഗോപാൽ വ്യക്തമാക്കുന്നത്. ഒരു കത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് മുന്നിൽ പരസ്യപ്പെടുത്തണമെന്നും ഇത്തരത്തിലുള്ള ദുഷ്പ്രചാരണങ്ങൾ നടത്തുന്നവരെ വെല്ലുവിളിക്കുന്നതായും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. LDFന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അഭിപ്രായം പറയുകയോ തീരുമാനമെടുക്കുകയോ ചെയ്യുക എന്നതല്ല സ്പീക്കറുടെ ചുമതല എന്നും അദ്ദേഹം കടുത്ത രീതിയിൽ വിമർശിക്കുന്നുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കേണ്ട ഒരു ഉന്നത ഭരണഘടനാ പദവിയാണ് അതെന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഇത്തരം ഒരു സ്പീക്കർ കസേരയിലിരുന്ന് ഇത്തരം അടിസ്ഥാനരഹിതമായ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതും സാങ്കല്പിക കഥകൾ മെനയുന്നതും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതും ആ പദവിയുടെ അന്തസ്സിന് നിരക്കുന്നതല്ല എന്നും KN ഗോപാൽ വിമർശിക്കുന്നുണ്ട്. വസ്തുതകൾ മനസ്സിലാക്കി ഇനിയെങ്കിലും പദവിയുടെ ഔന്നിത്യം കാത്തു സൂക്ഷിക്കുന്ന പക്വമായ സമീപനം സ്വീകരിക്കണമെന്നും ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിക്കുന്നുണ്ട്, അത്തരത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഗൗതം, ശരി, സനിസയാണ് ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഈ മുറിയുമായി ബന്ധപ്പെട്ട്, പ്രതിപക്ഷ ഉപനേതാവിന്റെ മുറിയുമായി ബന്ധപ്പെട്ട് കത്തുകൾ